നമ്മുടെ പണ്ടത്തെ ഇങ്ങനെ തിരിഞ്ഞാൽ വന്നിട്ട് ക്ലവർ ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടിയുടെ സംഗമത്തിന്റെ അധ്യക്ഷൻ UDF നിയോജകമണ്ഡലം ചെയർമാൻ അസത്താവ് കൺവീനർ ശ്രീ CK രാജേന്ദ്രൻ, വേദിയിൽ പുരുഷരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കൾ, കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ശ്രീ പായിക്കാട്, ശ്രീ PC രാധാകൃഷ്ണൻ. ഞാൻ ഈ നോട്ടീസ് പ്രകാരമാണ് വായിക്കാൻ, കാരണം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് നേതാക്കളാണ്. ശ്രീ CK ഷാജി മോഹൻ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ AM നസീർ എത്തിച്ചേരും. അഡ്വക്കേറ്റ് രാജശേഖരൻ UDF ജില്ലാ കൺവീനർ, അഡ്വക്കേറ്റ് AK പ്രവർത്തകർ ശ്രീ നേതാജി രാജേഷ്, ശ്രീ A നിസാർ CM, ശ്രീ തങ്കച്ചൻ വാണിച്ചിറ, K രാജാൻ ജനറൽ സെക്രട്ടറി, തുറവൂർ ദേവരാജൻ ജനറൽ സെക്രട്ടറി, ശ്രീ ജനറൽ സെക്രട്ടറി, ശ്രീ അബ്ദുൽ ഷുക്കൂർ PA പ്രസിഡന്റ് നെഹ്റു, ജില്ലാ വൈസ് പ്രസിഡന്റ് കേരള കോൺഗ്രസ്, നമ്മുടെ എത്തിച്ചേരാനുള്ള ബഹുമാന്യരായ നേതാക്കൾ, ഉദ്ഘാടനം കൂടിയായിട്ടുള്ള MP, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സംസ്ഥാന സെക്രട്ടറി UML, അഡ്വക്കേറ്റ് AM രാജൻ ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി JSS, ശ്രീ A ഷുക്കൂർ XMLA ജനറൽ സെക്രട്ടറി KPCC, ശ്രീ MJ ജോബർ, അഡ്വക്കേറ്റ് ശരത് KPCC സെക്രട്ടറി, അഡ്വക്കേറ്റ് റസാഖ് ലോയൽ ഫോറം പ്രസിഡന്റ്, അഡ്വക്കേറ്റ് രമേശൻ ജനറൽ സെക്രട്ടറി DCC, ശ്രീ MR രാജേഷ് ജനറൽ സെക്രട്ടറി DCC, ശ്രീ ദിലീപ് കർണാടക DCC നിർവാഹക സമിതി പ്രസിഡന്റ്, ശ്രീ ജോയി കൊച്ചുകര കേരള കോൺഗ്രസ്, KD ഷാജി, CMD ശ്രീ ജി റാഫേൽ, JSS ശ്രീ KK വെള്ളപ്പള്ളി വന്നിട്ടുണ്ടല്ലോ. വെള്ളപ്പള്ളി പറഞ്ഞു വെള്ളപ്പള്ളി ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ, പഞ്ചായത്ത് മെമ്പർമാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകർ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സംഗമ പരിപാടികളായി പങ്കെടുക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇത്രയും ശക്തമായിട്ട് മനോഹരമായി ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച UDF അരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയെ, അതിലെ നേതാക്കളെ ആത്മാർത്ഥമായിട്ട് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമെന്നുള്ള നിലയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. വളരെ ക്രിയാത്മകമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള സമാധാനത്തിന്റെ ചേരിയായി അതിശക്തമായി കേരളത്തിലാകമാനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് പഠനം പന്തലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഒരു സംശയവുമില്ലാത്ത തരത്തിൽ 2026 മെയ് മാസത്തിൽ കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് UDF-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകുക, അവസരം ലഭിക്കുമ്പോഴെല്ലാം നാടിന്റെ വികസനത്തിന് വേണ്ടി സാധാരണക്കാരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുക എന്നുള്ള UDF-ന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ് അരൂർ UDF കമ്മിറ്റിയും ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇന്നലെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഇന്നലെ ലോകം തന്നെ അറിയുന്ന
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാമത്തെ അനുസ്മരണമായിരുന്നു ഇന്നലെ പുതുപ്പള്ളിയിൽ മാത്രമല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ചു. ഇന്നലെ രാവിലെ 6 മണിക്ക് ഞാൻ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പോയി അവരുടെ പ്രവർത്തനങ്ങളിൽ തുടർന്നുകൊണ്ടുള്ള പരിപാടികൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ശ്രീ ചാണ്ടിയമ്മന്റെയും അതുപോലെ തന്നെ KPCCയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടികളിലൊക്കെ പങ്കെടുത്തു. ഇന്നത്തെ പരിപാടിയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുത്തുള്ളത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് KPCCയുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായി KC വേണുഗോപാൽ അടക്കമുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ നിറഞ്ഞു നിന്ന അവിടെ നടന്നു മണ്ണുള്ളിയിടാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ആളുകൾ പിന്നിൽ കൂടിയപ്പോൾ അവിടെ നിന്ന് ഉയർന്നു കേട്ടത് തീർച്ചയായും ജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരുടെ പ്രയാസങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. വികസനം എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ നേതാവ് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെ ഭരണാധികാരികൾക്ക് സംഭാവന ചെയ്ത ദയയുടെ കാരുണ്യത്തിന്റെ പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓർമ്മപ്പെടുത്തിയത് എന്ന് ഈ അവസരത്തിൽ സന്ദർഭവശാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ ഒരുപാട് പ്രത്യേകത. നമ്മളെല്ലാം ഇരിക്കുമ്പോഴും നമ്മളുടെ എല്ലാം മനസ്സുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തേവരക്കരയിലെ മിഥുൻ എന്ന് പറയുന്ന 13 വയസ്സുള്ള ആ കൊച്ചുകുട്ടിയുടെ വീട്ടിലേക്കാണ്. ഇന്ന് ഇവിടുത്തെ ഈ പരിപാടിയിൽ ഇരിക്കണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണെന്നല്ലെങ്കിൽ ഞാനിപ്പോ എപ്പോഴേ തേവരക്കരയിൽ വീട്ടിലെത്തിപ്പോയത്. ഇന്നലെ മുതൽ അവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജയകുമാറും കുന്നത്തൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാജഹാൻ ഉൾപ്പെടെയുള്ളവർ എപ്പോഴാണ് ചെല്ലുന്നത് എന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പരിപാടി പങ്കെടുത്തതിന് ശേഷം ഇവിടെ എത്താമെന്ന് ഞാൻ പറയുകയുണ്ടായി. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം ആലോചിക്കണം. സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കൾ സത്യത്തിൽ ആശ്വാസമാണ്, അവർക്ക് സമാധാനമാണ്. സ്കൂൾ ടൈമിൽ യാതൊരു തരത്തിലുള്ള ആപത്തുമില്ലാതെ യാതൊരു തരത്തിലുള്ള അപകടവുമില്ലാതെ ആ സ്കൂൾ കോമ്പൗണ്ടിനുള്ളില് കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ചിന്ത. അതൊക്കെ കൊച്ചുകുട്ടികളെ നമ്മൾ കൊണ്ടുവരികയാണ് സ്കൂളുകളിൽ. നഴ്സറി പ്രായം മുതൽ ഇപ്പോ അതിനേക്കാൾ താഴെയുള്ള കുഞ്ഞുങ്ങളെ പോലും സംവിധാനത്തിലേക്ക് അടക്കം വളർന്നുവിടുമ്പോൾ അവിടെ ഇതിന്റെ മക്കൾ സുരക്ഷിതരാണ് എന്നുള്ള ചിന്തയാണെങ്കിൽ ഇന്നലെ കൊല്ലത്തെ തേവരക്കരയില് ആ സ്കൂളിൽ പഠിച്ചിരുന്ന 13 വയസ്സുള്ള